കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. പ്രാദേശിക തലങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഐതിഹാസിക കർഷക സമരത്തിന്റെ 5ാം വാർഷികത്തിലാണ് തൊഴിലാളി കർഷക സംഘടനകൾ ഉൾപ്പെട്ട സംയുക്ത സമരസമിതി വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ 4 തൊഴിൽ കോഡുകൾക്കെതിരെയാണ് രാജ്യവ്യാപക പ്രതിഷേധം. കാർഷിക നിയമങ്ങൾക്ക് സമാനമായി തൊഴിൽ കോഡുകൾ പിൻവലിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധ ധർണയിൽ സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ചു. സത്യത്തിൽ ഈ നിയമം അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികളെയും പരിഗണിക്കുന്ന നിയമമല്ല. ഇന്ത്യയിലെ തൊഴിലാളികൾ 50-55 കോടി ആളുകളുണ്ട്. അതിൽ 90-92% ആളുകളും അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിൽ 3300 രൂപയാണ് കിട്ടുന്നത്. അത് 68 രൂപയാണ് ഒരു ദിവസം. എന്നാൽ കേരളത്തിൽ മിഡ് ഡേ മീൽ തൊഴിലാളികൾക്ക് 14,600 രൂപയാണ് കിട്ടുന്നത്. അത് 650 രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ട്. ഇതാണ് വ്യത്യാസം. ജില്ലാ കേന്ദ്രങ്ങളിലും ഫാക്ടറികളടക്കമുള്ള തൊഴിൽശാലകൾക്ക് മുന്നിലും രാജ്യവ്യാപകമായി തൊഴിലാളികൾ പ്രതിഷേധിച്ചു. കേന്ദ്ര ലേബർ കോഡിനെതിരെ പത്രപ്രവർത്തകർ കോഴിക്കോട് പ്രതിഷേധ സംഗമം നടത്തി. KUWJ-യും KNEF-ഉം സംയുക്തമായി നടത്തിയ പരിപാടി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ലേബർ കോഡുകൾ 29 നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ചാണ് 4 ലേബർ കോഡ് ഉണ്ടാക്കി. അപ്പോൾ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് നേരത്തെയുള്ള നിയമങ്ങളിലുണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്നതാണ്. ഒരു കരടും ഇല്ല, ഒറിജിനലും ഇല്ല. കേരളത്തിൽ അവൻ നടപ്പാക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലേബർ കോഡ് പിൻവലിക്കുക, പ്രഖ്യാപിച്ച താങ്ങുവില ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കിസാൻ മോർച്ച കളക്ടർമാർക്ക് നിവേദനങ്ങൾ നൽകി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.